ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കർമ്മബീജമതിന്ന് മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എളുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാവരും ഓർക്കണം. ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവരുണ്ട്, അതുപോലെ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നവരുണ്ട്. ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവരെ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരു കർമ്മം ചെയ്തതിന് ശേഷം അടുത്ത കർമ്മത്തിലേക്ക് വീണ്ടും അവർ പോവുകയാണ്. അതായത് എനിക്ക് ഇന്നത് വേണം, എനിക്കത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പറഞ്ഞുവല്ലോ, കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല വാക്കും ചിന്തയുമൊക്കെ ഇതിൽ ഉൾപ്പെടും. വിത്തുകൾ മുളയ്ക്കുകയാണ്. അങ്ങനെ ആഗ്രഹമാകുന്ന വിത്തുകൾ മുളച്ച് പോവുകയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നവർക്ക് ബ്രഹ്മലോകം വരെ അവർക്ക് ചെല്ലാൻ പറ്റും എന്നാണ് പറയുന്നത്. ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്കാണ് സ്വർഗവും നരകവും. ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നവർക്ക് ബ്രഹ്മലോകത്തും എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഇനി ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നവർ അവരുടെ കർമ്മ ബീജത്തെ തന്നെ വരട്ടിക്കളയുകയാണ്, ഇല്ലാതാക്കുകയാണ്. അത് എവിടെയാണ്? ആ ജന്മനാശം അങ്ങനെ വീണ്ടും അടുത്തൊരു ജന്മം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ നാശം വരുത്തണമെങ്കിലും എവിടെയാണ് സാധിക്കുന്നത്? അത് ഭാരതം എന്ന് പറയുന്ന ആ ഒരു ഖണ്ഡം, ഭാരതഖണ്ഡത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഈ ഭൂമിയിൽ വേറെ എങ്ങും തന്നെ അത് പെട്ടെന്നൊന്നും ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആസക്തിയില്ലാതെ കർമ്മം ചെയ്ത് മോക്ഷത്തെ കൈവരിക്കുവാൻ ഏറ്റവും പുണ്യമായ ഒരു പ്രദേശമെന്ന് പറയുന്നത് ഭാരതഖണ്ഡമാണ്. ആ ഭാരതഖണ്ഡമല്ലാതെ ഭൂമിയിൽ വേറെ എങ്ങും എളുപ്പത്തിൽ മോക്ഷം കിട്ടുകയില്ല. അങ്ങനെ മുഖ്യമായുള്ള പ്രധാനമായ പുണ്യഭൂമിയായ ആ ഭാരത പ്രദേശത്തിലാണ്, ആ ഭാരതമാകുന്ന ഭൂമിയിലാണ് നാം എല്ലാവരും ഇന്ന് വന്ന് ജനിച്ചതെന്ന് നിങ്ങളെല്ലാവരും ഓർക്കണമെന്നാണ് പൂന്താനം ഇതിലൂടെ പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.